നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് അമേരിക്ക എപ്പോഴും ഇറാനെ പിന്തുടരുന്നു? ലോകത്തെ ഏറ്റവും വലിയ ധനികരായ ഏറ്റവും ശക്തനായ അമേരിക്ക എന്ന രാജ്യം ശരിക്കും ഇറാനെ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ? നമുക്കൊന്ന് നോക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്നലെയുടെ കഥകളല്ല പറയാനുള്ളത്. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം അമേരിക്കയുടെ കൂട്ടാളികളായ ഭരണകൂടം വീണു. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്നായിരുന്നു ഇവരുടെ പേര്. ഇതിനുശേഷം പിന്നീടൊരിക്കലും ഇവർ സുഹൃത്തുക്കളായി ഇരുന്നിട്ടില്ല. അമേരിക്കയുടെ പ്രധാന ആശങ്ക ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചാണ്. കാരണം ഇറാൻ യുറേനിയം സമ്പന്നമായ ഒരു രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ, തുർക്കി കഴിഞ്ഞാൽ വലിയ എക്കണോമികളിൽ ഒന്നാണ് ഇറാൻ്റേത്. നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനവും ഓയിൽ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ടോപ്പ് 5-ലും ഇറാൻ വരുന്നു. ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന യുറേനിയം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് എൻറിച്ച് ചെയ്യണം. അതിനൊരു ലെവലുണ്ട്. 3 മുതൽ 5% എൻറിച്ച് ചെയ്ത യുറേനിയം പവർ പ്ലാന്റ് ഫ്യൂവലിനായി ഉപയോഗിക്കുന്നു. 20% റിസർച്ചിനായും 60% ഹൈലി ഇൻറിച്ച് ആയിട്ടും 90% വെപ്പൺ ഗ്രേഡിനും ഉപയോഗിക്കാം. ഇറാൻ 60% വരെ എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര അറ്റോമിക എനർജി ഏജൻസിയുടെ നിയമങ്ങളുടെ ലംഘനമാണ്. 20% എന്ന റിസർച്ചാണ് അവരുടെ ബേസ്. ഇറാൻ പറയുന്നത് വൈദ്യുതിക്ക്, മെഡിക്കൽ ഉപയോഗത്തിന്, ഊർജത്തിനായി ഉപയോഗിക്കുന്നു എന്നാണ്. തങ്ങൾക്കുള്ള ആകെ സോഴ്സ് യുറേനിയമാണെന്ന് അവർ വാദിക്കുന്നു. അമേരിക്കയുടെ ഭയം ഇറാൻ ഇതുകൊണ്ട് നിർമ്മിച്ച മിസൈലുകൾ ആണവ പോർമനുള്ളവയാണ്. എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ടെക്നോളജിയെ കടന്നാക്രമിക്കാൻ ശേഷിയുള്ളവയാണിവ. ഇറാന്റെ കൈകളിലുള്ള ഡ്രോണാണ് അടുത്ത ഏറ്റവും ഭയാനകമായത്. 7 കപ്പൽ പടയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഡ്രോൺ ശേഖരം അവരുടെ കൂടെയുണ്ട്. പിന്നെ കൂടെയുള്ള ലെബനൻ, ഇറാഖ്, യമൻ, സിറിയ ഇവരുടെ സ്വാധീനം. ഇവരിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് തങ്ങളെ കടന്നാക്രമിച്ചതായി മറ്റു രാജ്യങ്ങൾ കരുതപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി വലിയ മലനിരകളുള്ള രാജ്യമാണിവർ. മരുഭൂമി, വലിയ ഭൂമി ഇതെല്ലാം ഇറാന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ ഇറാനെ വളരെ ബുദ്ധിമുട്ടാകും. ദീർഘകാല യുദ്ധത്തിൽ ഏർപ്പെട്ട ഹോർമുസ് കടലിടുക്കിലൂടെ ലോകത്തിന്റെ പല രാജ്യത്തിലൂടെയുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെടും. ഇതാണ് ഇറാന്റെ അടുത്ത കോൺഫിഡൻസ്. അമേരിക്കയ്ക്ക് എണ്ണ കിട്ടാനൊന്നുമല്ല ഇവരെ പിന്തുടരുന്നത്. മിഡിൽ ഈസ്റ്റ് സ്വാധീനം, എണ്ണപ്പാത സുരക്ഷിതമാക്കാൻ ഒക്കെ വേണ്ടിയാണ്. ഇറാൻ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ശക്തിയായി പിന്നീട് അവരെ തട്ടകത്ത് പോയി ആക്രമിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. വിയറ്റ്നാമിനോട് പണ്ടേറ്റ അതേ തിരിച്ചടി ഇറാനിനോടും ഏക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. കാരണം ഭൂമിശാസ്ത്രമായ ഘടന തന്നെയാണ്. ശരിക്കും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടുക തന്നെയാണ്.